ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പറിയിച്ച് വ്യവസായി ബോബി ചെമ്മണ്ണൂർ. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ജനുവരി 27 മുതൽ UDF മലയോര സമര ക്യാമ്പയിൻ നടത്തും. കൊച്ചിയിൽ ആരംഭിച്ച അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന് ആശംസയുമായി മുഖ്യമന്ത്രി. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി അനുശാന്തിക്ക് ജാമ്യം. പ്രണബ് മുഖർജി പ്രകീർത്തിച്ചിരുന്നതായി വെളിപ്പെടുത്തലുമായി RSS തലവൻ മോഹൻ ഭഗവത്. ദില്ലി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെയും മുൻ മന്ത്രി മനീഷ് സിസോദിയയെയും വിചാരണ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി. വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിക്കാൻ ധനവകുപ്പ് 50 കോടി രൂപ അനുവദിച്ചെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. വാർത്തകൾ വിശദമായി. ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് അറിയിച്ച് വ്യവസായി ബോബി ചെമ്മണ്ണൂർ. ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പറിയിച്ച് വ്യവസായി ബോബി ചെമ്മണ്ണൂർ. കോടതിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മാധ്യമങ്ങൾ വന്ന് ചോദിച്ചപ്പോഴുണ്ടായ പ്രതികരണമാണ് തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തുടർന്ന് മാപ്പ് സ്വീകരിച്ച് കോടതി കേസ് തീർപ്പാക്കി. ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാത്ത ബോബി ചെമ്മണ്ണൂരിന്റെ നടപടിയിലും തുടർന്നുണ്ടായ പ്രവൃത്തിയിലും കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. അയാൾ ഇന്നിറങ്ങിയാലും നാളെ ഇറങ്ങിയാലും കുഴപ്പമില്ല, കോടതിയെ വെല്ലുവിളിക്കുകയാണ്, അത് അംഗീകരിക്കാൻ സാധിക്കില്ല. പ്രഥമദൃഷ്ട്യാ ബോബി ചെമ്മണ്ണൂർ തെറ്റുകാരനാണ് എന്നായിരുന്നു കോടതിയുടെ വിമർശനം. തുടർന്ന് ഇനി മേലാൽ വായ തുറക്കില്ലെന്ന് ബോബിയുടെ അഭിഭാഷകൻ അറിയിച്ചു. ബാക്കിയുള്ള അന്തേവാസികളുടെ വക്കാലത്ത് ഏറ്റെടുക്കുന്നത് കോടതിയെ വെല്ലുവിളിക്കുന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ജനുവരി 27 മുതൽ UDF മലയോര സമര ക്യാമ്പയിൻ നടത്തും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ജനുവരി 27 മുതൽ UDF മലയോര സമര ക്യാമ്പയിൻ നടത്തും. ഫെബ്രുവരി 5-ന് അവസാനിക്കുന്ന പ്രചാരണ വേളയിൽ 19 സ്ഥലങ്ങളിൽ കർഷക യോഗങ്ങൾ സംഘടിപ്പിക്കും. കേരളം വനം ഭേദഗതി ബിൽ പിൻവലിക്കുക, മലയോര കർഷകരെയും ജനങ്ങളെയും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുക, കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് പരിഹാരം കണ്ടെത്തുക, വനഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. വനബില്ലിലെ ഭേദഗതി കാരണം 30 ദശലക്ഷം കർഷകർ വനത്തിനുള്ളിൽ ആശങ്കാജനകമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കർഷകരുടെ ജീവിതം ദുസ്സഹമായി. ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ മാധവ് ഗാഡ്ഗിലിന്റെ ശുപാർശ ഉണ്ടായിരുന്നിട്ടും സംസ്ഥാന സർക്കാർ നിഷ്ക്രിയമായി തുടരുകയാണ്. മാത്രമല്ല, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നൽകുന്ന നഷ്ടപരിഹാരം അപര്യാപ്തമാണ്. പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കാൻ നടപടിയില്ല. പ്രതിഷേധ പ്രചാരണ യാത്രയിലും ഈ വിഷയങ്ങളെല്ലാം ഉന്നയിക്കും. കണ്ണൂരിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ഉളിക്കൽ, പയ്യാവൂർ എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര തിരുവനന്തപുരം പാറശാല നിയോജക മണ്ഡലത്തിലെ അമ്പൂരിയിൽ സമാപിക്കും. കെ. സുധാകരൻ, PK കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, രമേശ് ചെന്നിത്തല, MM ഹസൻ, CP ജോൺ, ഷിബു ബേബി ജോൺ, രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്, അനൂപ് ജേക്കബ്, G ദേവരാജൻ, മണി C കാപ്പൻ, രാജൻ ബാബു തുടങ്ങിയ UDF നേതാക്കൾ മാർച്ചിൽ പങ്കെടുക്കും. കൊച്ചിയിൽ ആരംഭിച്ച അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന് ആശംസയുമായി മുഖ്യമന്ത്രി. കൊച്ചിയിൽ ആരംഭിച്ച അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന് ആശംസയുമായി മുഖ്യമന്ത്രി. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ വളർച്ച ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും വരും നാളുകളിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള വേദിയായി 2 ദിവസം നീളുന്ന കോൺക്ലേവ് മാറുമെന്നാണ് മുഖ്യമന്ത്രി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദഗ്ധരും പ്രമുഖരും നയിക്കുന്ന ചർച്ചകൾ വലിയ ഉൾക്കാഴ്ചകൾ പകരുമെന്നുറപ്പാണ്. കേരളത്തിൽ പഠിച്ച് മറ്റിടങ്ങളിൽ ജീവിക്കുന്ന പ്രവാസി സഹോദരങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഇനിയുള്ള വികാസത്തിന് ഏറെ വിലമതിച്ചതാണ് എന്നും അവർക്ക് സംസാരിക്കാനുള്ള സംവിധാനങ്ങളും കോൺക്ലേവിൽ ഒരുക്കിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അറിവുൽപാദനത്തിന്റെ ലോകോത്തരമായ മാതൃകയായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം വളരാനുള്ള പ്രാഥമിക രൂപരേഖ അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിൽ ഉയർന്നു വരട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി അനുശാന്തിക്ക് ജാമ്യം.
പ്രമാദമായ ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി അനുശാന്തിക്ക് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്ന അനുശാന്തിയുടെ ആവശ്യം പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. വിചാരണ കോടതിക്ക് ജാമ്യ ഉപാധികൾ തീരുമാനിക്കാം. ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താണ് ഇടപെടലെന്നും സുപ്രീം കോടതി അറിയിച്ചു. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായ സാഹചര്യത്തിൽ ശിക്ഷ റദ്ദാക്കി ജാമ്യം നൽകണമെന്നായിരുന്നു അനുശാന്തിയുടെ ആവശ്യം. എന്നാൽ ശിക്ഷ റദ്ദാക്കണമെന്ന ഹർജി തീർപ്പാക്കിയിട്ടില്ല. ഈ ഹർജി തീർപ്പാകുന്നതുവരെയാണ് അനുശാന്തിക്ക് ജാമ്യം അനുവദിച്ചതെന്നും കോടതി വ്യക്തമാക്കി. 2014 ഏപ്രിൽ 16 ഉച്ചയ്ക്കാണ് സംസ്ഥാനത്തെ ഞെട്ടിച്ച ഇരട്ടക്കൊലപാതകം നടന്നത്. ടെക്നോ പാർക്ക് ഉദ്യോഗസ്ഥരും കമിതാക്കളുമായ നിനോ മാത്യുവും അനുശാന്തിയും ചേർന്ന് അനുശാന്തിയുടെ 4 വയസ്സുള്ള മകൾ സ്വാസ്തിക, ഭർത്താവിന്റെ അമ്മ ഓമന എന്നിവരെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അനുശാന്തിയുടെ ഭർത്താവിന് പരിക്കേൽക്കുകയും ചെയ്തു. വിചാരണ കോടതി നിനോ മാത്യുവിനെ വിധിച്ച വധശിക്ഷ 25 വർഷം തടവായി കുറച്ച ഹൈക്കോടതി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ശരിവെക്കുകയായിരുന്നു. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായ സാഹചര്യത്തിൽ ശിക്ഷ റദ്ദാക്കി ജാമ്യം നൽകണമെന്നായിരുന്നു അനുശാന്തിയുടെ ആവശ്യം. കഴിഞ്ഞ തവണ അനുശാന്തിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ കൊലപാതകവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന എന്ത് തെളിവാണ് അനുശാന്തിക്കെതിരെയുള്ളതെന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. എന്നാൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ അനുശാന്തിക്ക് കൃത്യമായ പങ്കുണ്ടെന്നും കണ്ണിന് കാഴ്ച നഷ്ടമായത് പോലീസ് അതിക്രമത്തിലെന്ന ആരോപണം വ്യാജമാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ദില്ലി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെയും മുൻ മന്ത്രി മനീഷ് സിസോദിയയെയും വിചാരണ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി. ദില്ലി മദ്യനയ കേസിൽ പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ മന്ത്രി മനീഷ് സിസോദിയയെയും വിചാരണ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇരുവരെയും വിചാരണ ചെയ്യണമെന്ന ശുപാർശ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നൽകി 1 മാസത്തിന് ശേഷമാണ് അംഗീകാരം ലഭിച്ചത്. ദില്ലി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ദില്ലി സർക്കാരിന്റെ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് EDയും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും നൽകിയ പ്രത്യേക കേസുകളിൽ കഴിഞ്ഞ വർഷം സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. തന്റെ പ്രോസിക്യൂഷന് മുൻകൂർ അനുമതിയില്ലാതെ ED കുറ്റപത്രം പരിഗണിച്ച വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന് കെജ്രിവാൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. 9 സമൻസ് അയച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്ന് 2024 മാർച്ച് 21 കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ലെന്ന് കേന്ദ്ര ഏജൻസി കണ്ടെത്തിയതിനെ തുടർന്ന് ED ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ED കേസിൽ ജൂലൈ 12 CBI കേസിൽ സെപ്റ്റംബർ 13 സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. സെപ്റ്റംബർ 17 കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. സിസോദിയയെ 2023 ഫെബ്രുവരി 26 CBIയും 12 ദിവസത്തിന് ശേഷം EDയും അറസ്റ്റ് ചെയ്തു. 2024 ഓഗസ്റ്റ് 9 അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. ഡിസംബർ 3 കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ED അനുമതി തേടിയിരുന്നു. വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിക്കാൻ ധനവകുപ്പ് 50 കോടി രൂപ അനുവദിച്ചെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിക്കാൻ ധനവകുപ്പ് 50 കോടി രൂപ അനുവദിച്ചെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. ഇന്നോ നാളെയോ കരാറുകാർക്ക് പണം ലഭിക്കും. സമരം പ്രഖ്യാപിച്ച റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തുമെന്നും വ്യാപാരികളുടെ ആവശ്യങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രണബ് മുഖർജി പ്രകീർത്തിച്ചിരുന്നതായി വെളിപ്പെടുത്തലുമായി RSS തലവൻ മോഹൻ ഭഗവത്. സംഘ് പരിവാറിന്റെ ഘർ വാപസി പരിപാടിയെ മുൻ രാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രണബ് മുഖർജി പ്രകീർത്തിച്ചിരുന്നതായി വെളിപ്പെടുത്തലുമായി RSS തലവൻ മോഹൻ ഭഗവത്. ഹിന്ദു മതത്തിലേക്ക് ആളുകളെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഇത്തരം പരിപാടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ആദിവാസികളിൽ ഒരു വിഭാഗം ദേശദ്രോഹികളായി മാറുമായിരുന്നുവെന്നും കോൺഗ്രസ് നേതാവ് അഭിപ്രായപ്പെട്ടതായും ഭഗവത് പറഞ്ഞു. പ്രണബ് മുഖർജി രാഷ്ട്രപതിയായിരുന്നപ്പോഴാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. ഘർ വാപസിയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വലിയ ബഹളം നടക്കുന്ന സമയമായിരുന്നു അത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന് കരുതി ഞാൻ ആദ്യമേ തയ്യാറായിട്ടായിരുന്നു പോയത്, ഭഗവത് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തുന്നതെന്ന് ചോദിച്ചു പ്രണബ് മുഖർജി. അങ്ങനെ ചെയ്തതാണ് വലിയ വിവാദമായത്. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രപതിയായിരുന്നില്ലെങ്കിൽ കോൺഗ്രസിലായിരുന്നില്ലെങ്കിൽ ഞാനും പാർലമെന്റിൽ പ്രതിഷേധിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
അതേസമയം രാജ്യദ്രോഹികളാകേണ്ടിയിരുന്ന 30% ആദിവാസികൾ നിങ്ങളുടെ പ്രവർത്തനം കാരണമാണ് അങ്ങനെയല്ലാതായതെന്നും പ്രണബ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ സ്വഭാവം കണ്ട് സന്തോഷവാനായി അവർ ക്രിസ്ത്യാനികളാകുമായിരുന്നു എന്നാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ക്രിസ്ത്യാനികളല്ല, രാജ്യദ്രോഹികളാകുമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിനെതിരായ രൂക്ഷ വിമർശനവുമായി PV അൻവർ. കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിനെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ എപ്പോഴെങ്കിലും വന്നു പോകുന്ന ആളാണെന്നും വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൻ ഇടപെട്ടില്ലെന്ന് പറയുന്നത് സ്ഥിരമായി നാട്ടിലില്ലാത്തത് കൊണ്ടാണെന്നും അൻവർ കുറ്റപ്പെടുത്തി. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആര്യാടൻ ഷൗക്കത്ത് അറിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ UDFനെ സമ്മർദ്ദത്തിലാക്കുന്നതാണ് അൻവറിന്റെ പ്രതികരണം. ആര്യാടൻ ഷൗക്കത്തിനെ തള്ളി VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവർ ആവശ്യപ്പെട്ടത്. തന്റെ ഈ അഭ്യർത്ഥന തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആൾക്കുള്ള അവസാന ആഗ്രഹം പറയാനുള്ള അവസരം പോലെ കണ്ടാൽ മതിയെന്ന് അൻവർ പറയുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിൽ ഇടതുപക്ഷത്തെ 2 സീറ്റിൽ ഒതുക്കുമെന്നും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഒരു തദ്ദേശ ഭരണ സ്ഥാപനവും അടുത്ത തെരഞ്ഞെടുപ്പോടെ CPM ഭരിക്കില്ലെന്നും അൻവർ പറഞ്ഞു. 2ാം തവണ MLA ആയപ്പോൾ നിലമ്പൂരിൽ തനിക്ക് കാര്യമായ ഒന്നും ചെയ്യാനായില്ലെന്ന് PV അൻവർ. നിലമ്പൂർ ബൈപ്പാസ് അടക്കമുള്ള വികസനത്തിൽ CPM ജില്ലാ നേതൃത്വം വലിയ തടസ്സമുണ്ടാക്കി. ബൈപ്പാസ് പൂർത്തിയാക്കാനായില്ലെങ്കിൽ നിലമ്പൂരിലേക്ക് ഇനി വോട്ട് ചോദിച്ചു വരില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. സർക്കാർ സഹായിച്ചില്ലെങ്കിൽ ജനകീയ പിരിവിലൂടെ പണം കണ്ടെത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനം പൂർത്തിയാക്കും. താൻ 2021 മത്സരിച്ചപ്പോൾ മുഖ്യമന്ത്രിയടക്കം CPM നേതാക്കളാരും പ്രചാരണത്തിനെത്തിയില്ല. CPM ജില്ലാ നേതൃത്വമാണ് ഇതിനെല്ലാം കാരണം. ആദ്യ 5 വർഷം വലിയ വികസനം നിലമ്പൂരിൽ കൊണ്ടുവരാനായെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിലെ വോട്ടർമാർക്കും പിന്തുണച്ചവർക്കും നന്ദി. രാജിവെച്ചെങ്കിലും നിലമ്പൂരുകാരെ കൈവിടില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്നവരെ ചേർത്ത് പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രേ ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ പണ്ട് 2 മാറ്റല്ലേ? 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. AV ഗോപിനാഥന്റെ വീട് സന്ദർശിച്ച PV അൻവർ. പാലക്കാട് കോൺഗ്രസ് വിട്ട മുൻ DCC പ്രസിഡന്റും MLAയുമായ AV ഗോപിനാഥിന്റെ വീട് സന്ദർശിച്ച് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററായ PV അൻവർ. PV അൻവർ തന്റെ വീട്ടിലെത്തിയത് UDFനൊപ്പം നിൽക്കാൻ ആവശ്യപ്പെട്ടാണെന്നും UDFുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് താൽപ്പര്യമെന്ന് അൻവറിന്റെ സംസാരത്തിൽ നിന്ന് ബോധ്യമായെന്നും AV ഗോപിനാഥ് പറഞ്ഞു. അൻവർ ആസൂത്രണം ചെയ്യുന്നത് വലിയ പദ്ധതികളാണ്. എല്ലാ മണ്ഡലങ്ങളിലും പ്രമുഖരെ ഒപ്പം ചേർക്കാനാണ് നീക്കം. തനിക്ക് അൻവർ സീറ്റ് വാഗ്ദാനം ചെയ്തു. എന്നാൽ UDFനൊപ്പം നിൽക്കുന്ന പരിപാടിക്ക് താനില്ലെന്നും ഒന്നിനും താൽപ്പര്യമില്ലെന്നും AV ഗോപിനാഥ് അറിയിക്കുകയായിരുന്നു. സ്വച്ഛ് സർവേക്ഷന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിലൊന്നായ സ്വച്ഛ് സർവേക്ഷന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. മാലിന്യം വലിച്ചെറിയലല്ല തിരിച്ചറിയലാണ് എന്ന സന്ദേശമുയർത്തി
ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തൃശൂർ വെസ്റ്റ് ഫോർട്ട് നഴ്സിംഗ് കോളേജ് NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഫ്ലാഷ് മോബ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ AD അജി, ഹെൽത്ത് വിഭാഗം ജീവനക്കാരൻ വർഗീസ്, നഗരസഭാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കുംകര പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. പുന്നംപറമ്പ് തെക്കുംകര പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു.
വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, സബിത സതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK ശ്രീജ, പഞ്ചായത്ത് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, ഐശ്വര്യ ഉണ്ണി, പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വകുപ്പ് മേധാവികൾ, ജനപ്രതിനിധികൾ, വികസന സമിതി അംഗങ്ങൾ, മാധ്യമപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിത കർമ്മസേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അയ്യനെ വണങ്ങി നിർവൃതിയിൽ ADGP ശ്രീജിത്ത്. അയ്യനെ വണങ്ങി നിർവൃതിയിൽ ADGP ശ്രീജിത്ത്. സർവർക്കും സമാധാനമായി ദർശനം നൽകിയ ചാരിതാർത്ഥ്യത്തിൽ പോലീസും ADGP ശ്രീജിത്തും. മകരജ്യോതി ദർശനത്തിനായി വർഷങ്ങൾക്കപ്പുറം അഭൂതപൂർവമായ തിരക്കായിരുന്നു. പൂഴിയിട്ടാൽ വീഴാത്ത ഭക്തജന സഹസ്രങ്ങളെ മുഴുവൻ ഒരുമയോടെ നിയന്ത്രിച്ച് ദർശനം നൽകി. പുൽമേട് വഴിയും കരിമല വഴിയും കാനനപാത ചവിട്ടിയ മുഴുവൻ അയ്യപ്പന്മാരും പോലീസിന് ശരണം വിളിച്ചു മടങ്ങുന്ന കാഴ്ചയിൽ കണ്ണിറഞ്ഞു. കുട്ടി അയ്യപ്പന്മാരെയും മാളികപ്പുറങ്ങളെയും പ്രത്യേകം കടത്തിവിടാൻ പോലീസ് ശ്രദ്ധ ചെലുത്തിയത് വലിയ തിരക്കിലും അപകടങ്ങൾ ഒഴിഞ്ഞു. ഓരോ കാര്യത്തിലും ADGPയുടെ പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരുന്നു. പോലീസുകാരുടെ ആരോഗ്യ കാര്യത്തിലും സൗകര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധയൂന്നി. ഏവർക്കും ആത്മവിശ്വാസമേകാൻ ADGP ഒപ്പം നിന്നു. സുഖകരമായ ദർശനവും സൗമ്യമായ മണ്ഡലകാലവും ഒരുക്കി മുന്നിൽ നിന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെയും നന്ദി പറഞ്ഞ് ADGP അഭിനന്ദിച്ചു. ദേവസ്വം, മറ്റു വകുപ്പുകൾ, മീഡിയ എന്നിവരുടെ മുഴുവൻ സഹകരണവും സദാസമയവും ഏകോപിപ്പിക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തിയത് പോലീസിന് പൊൻതൂവലായി. റിക്കാർഡ് ദർശനമാണ് ഇത്തവണ ഒരുക്കിയത്. നടവരവിലും അരവണ വിൽപ്പനയിലും റിക്കാർഡാണ്. 2000 പോലീസുകാരാണ് മകരവിളക്ക് ഡ്യൂട്ടിക്കായി സന്നിധാനത്ത് എത്തിയിരുന്നത്. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് തന്നെ. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് തന്നെ. മകൾ ആശ ലോറൻസിന്റെ അപ്പീൽ സുപ്രീം കോടതി തള്ളി. മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി ശരിവെച്ചത് എല്ലാ വശങ്ങളും പരിഗണിച്ചാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. മൃതദേഹം വൈദ്യപഠനത്തിന് നൽകുന്നത് മരിച്ചയാളുടെയും കുടുംബത്തിന്റെയും പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതല്ലേയെന്നും കോടതി ചോദിച്ചു. ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകിയ നടപടിക്കെതിരെ മകൾ ആശ ലോറൻസ് നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി നിരീക്ഷണം. ജസ്റ്റിസുമാരായ ഋഷികേശ് റോയ്, SVN ഭട്ടി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മതാചാരപ്രകാരം സംസ്കരിക്കാൻ മൃതദേഹം വിട്ടു നൽകണമെന്നാണ് ആശ ലോറൻസിന്റെ ആവശ്യം. കേരള അനാട്ടമി നിയമപ്രകാരം മൃതദേഹം ഏറ്റെടുത്ത എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ തീരുമാനം ആദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും പിന്നാലെ ഡിവിഷൻ ബെഞ്ചും ശരിവെക്കുകയായിരുന്നു. ജീവിച്ചിരിക്കെ മൃതദേഹം വൈദ്യപഠനത്തിനായി വിട്ടു നൽകണമെന്ന ആഗ്രഹം MM ലോറൻസ് പ്രകടിപ്പിച്ചിരുന്നുവെന്നായിരുന്നു മകൻ ML സജീവന്റെ വാദം. MM ലോറൻസ് ഇക്കാര്യം അറിയിച്ചതിന് 2 സാക്ഷികളുണ്ടെന്നായിരുന്നു ML സജീവൻ ഹൈക്കോടതിയെ അറിയിച്ചത്. മക്കൾ തമ്മിലുള്ള തർക്കമാണെന്നും വിഷയത്തിന് സിവിൽ സ്വഭാവമാണെന്നുമായിരുന്നു നേരത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണം. വളരെ സന്തോഷം നൽകിയ തീർത്ഥാടന കാലമായിരുന്നു ഈ വർഷത്തേതെന്ന് VK ശ്രീകണ്ഠൻ MP. വളരെ സന്തോഷം നൽകിയ തീർത്ഥാടന കാലമായിരുന്നു ഈ വർഷത്തേതെന്ന് VK ശ്രീകണ്ഠൻ MP. ഈ തീർത്ഥാടന കാലം സമാധാനപരവും സുരക്ഷിതവുമായിരുന്നു. സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും അഭിനന്ദിച്ച VK ശ്രീകണ്ഠൻ MP നല്ല അടുക്കും ചിട്ടയോടും കൂടിയ പ്രവർത്തനമാണ് ഇക്കുറി നടന്നതെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം ശബരിമല തീർത്ഥാടനത്തിൽ സഹകരിച്ച എല്ലാവരോടും മന്ത്രി VN വാസവൻ നന്ദി അറിയിച്ചു. നിറഞ്ഞ സംതൃപ്തി നൽകുന്ന തീർത്ഥാടന കാലമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. മുന്നൊരുക്കം ഫലം കണ്ടുവെന്നും കൂട്ടായ്മയുടെ വിജയമാണെന്നും മന്ത്രി പറഞ്ഞു. 18ാം പടിയിൽ മിനിറ്റിൽ 90 പേർ കയറിയെന്നും പോലീസിന്റെ സേവനം ശ്രദ്ധേയം എന്നും അദ്ദേഹം വ്യക്തമാക്കി. പരാതിരഹിത തീർത്ഥാടന കാലമായിരുന്നു. ശബരിമല വിശ്വമാനവികതയുടെ സന്ദേശം നൽകുന്ന കേന്ദ്രമാണ്. ഭക്തന്മാരുടെ സംതൃപ്തിയാണ് തന്റെയും സംതൃപ്തിയെന്നും റോപ്പ് വേ ഉടൻ നിർമ്മാണം തുടങ്ങുമെന്നും അത് ചിരകാല അഭിലാഷമാണെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത വർഷത്തെ മുന്നൊരുക്കം ഉടൻ എന്നും അദ്ദേഹം വ്യക്തമാക്കി. പടിഞ്ഞാറ്റുമുറി കൊടുങ്ങല്ലൂർ ആലിൻചുവട് പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായ രീതിയിൽ ആഘോഷിച്ചു. പടിഞ്ഞാറ്റുമുറി കൊടുങ്ങല്ലൂർ ആലിൻചുവട് ഭഗവതിയുടെ പൊങ്കാല മഹോത്സവത്തിന് നിരവധി ഭക്തർ പൊങ്കാല അർപ്പിക്കാനെത്തി. ക്ഷേത്രത്തിൽ രാവിലെ 7:15 മുതൽ വിജയ് മേനോൻ, പ്രകാശിനി മേനോൻ എന്നിവരുടെ നേതൃത്വത്തിൽ ലളിതാ സഹസ്രനാമ ജപം നടന്നു. തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പറിയിച്ച് വ്യവസായി ബോബി ചെമ്മണ്ണൂർ. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ജനുവരി 27 മുതൽ UDF മലയോര സമര ക്യാമ്പയിൻ നടത്തും. കൊച്ചിയിൽ ആരംഭിച്ച അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന് ആശംസയുമായി മുഖ്യമന്ത്രി. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 2ാം പ്രതി അനുശാന്തിക്ക് ജാമ്യം. പ്രണബ് മുഖർജി പ്രകീർത്തിച്ചിരുന്നതായി വെളിപ്പെടുത്തലുമായി RSS തലവൻ മോഹൻ ഭഗവത്. ദില്ലി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെയും മുൻ മന്ത്രി മനീഷ് സിസോദിയയെയും വിചാരണ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി. വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിക്കാൻ ധനവകുപ്പ് 50 കോടി രൂപ അനുവദിച്ചെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.